ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കില്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടക്കും, പല സ്ഥലങ്ങളും കാണും. 13 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നു. ആസ്ട്രോ ടോക്കിന് ചില പ്രൊമോഷൻ വീഡിയോകൾ കണ്ട സമയത്ത് ചിരിക്കണമോ അതോ കരയണമോ എന്ന അവസ്ഥയിലായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ആസ്ട്രോ ടോക്ക് എന്താണ് ഏതാണെന്നൊന്നും ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു ബ്രീഫിംഗ് തരാം. ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷനിൽ കുറെ ജ്യോത്സ്യന്മാരുണ്ടാവും. ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അവരോട് സംസാരിക്കാം, നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. പ്രശ്നങ്ങൾ കേട്ട് ജ്യോത്സ്യന്മാര് പരിഹാരം പറഞ്ഞു തരും. ഇതാണ് പരിപാടി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ജ്യോത്സ്യന്മാരെ ഒരു ഓൺലൈനിൽ കിട്ടി തുടങ്ങി. സന്തോഷിച്ചായിട്ട് എല്ലാവരും. ഇനിയിപ്പോ കവടെ നിരത്താൻ ജ്യോത്സ്യനെ തപ്പി പോകണ്ട. ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയാൽ മാത്രം മതി. കേരളത്തിലെ പല പ്രമുഖന്മാരായിട്ടുള്ള സെലിബ്രിറ്റികളും ഇന്ന് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. വെറുതെ പ്രൊമോട്ട് ചെയ്യുകയല്ല കേട്ടോ, ലക്ഷങ്ങളാണ് ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് ആസ്ട്രോ ടോക്കുകാർ കൊടുക്കുന്നത്. അതിനുള്ള വരുമാനം അവർക്കുണ്ട്. ഒരു വർഷത്തെ അവരുടെ ടേൺ ഓവർ എത്രയാണെന്ന് കേട്ട നിങ്ങളുടെ കണ്ണ് തള്ളു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത ചില സെലിബ്രിറ്റികളുടെ വീഡിയോകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് നമ്പർ 1 ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടി അറിയാലോ, പ്രശസ്ത യൂട്യൂബർ ആണ്. ശ്രീകുട്ടിക്ക് ഒരു വീട് വെക്കാൻ സഹായിച്ചത് ആസ്ട്രോ ടോക്കിലെ ജ്യോത്സ്യന്മാരാണെന്നുള്ളതാണ് ശ്രീകുട്ടി പറഞ്ഞു വെക്കുന്നത്. നമുക്ക് എന്തായാലും ശ്രീകുട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്നിപ്പോ ഞാന് അതിന്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം. നമ്മള് ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നും, കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും, ചിലർക്കൊക്കെ അത് ഫാൻസി ആയിട്ട് തോന്നും. എന്തായാലും ഞാൻ ആ ഒരു വിശേഷം നിങ്ങളോട്ട് പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കില്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടക്കും, പല സ്ഥലങ്ങളും കാണുമ്പോൾ ചിലപ്പോ ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ നമുക്ക് ബഡ്ജറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ഇങ്ങടുത്ത് വന്നിരിക്കുന്ന കാര്യം കയ്യിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, അത് റിജക്റ്റഡ് ആവുന്ന പോലുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെയോ കുറെ തടസ്സങ്ങൾ, എപ്പോ വീട് വാങ്ങാൻ നമ്മൾ ഇറങ്ങി തിരിച്ചാലും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫൈനലി നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അവിടെ ഒരു 60,000 നമ്മൾ അഡ്വാൻസും കൊടുത്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് അതിനെന്തോ ഒരു ഡിലേ അല്ല, അതങ്ങ് ക്യാൻസൽ ആയിട്ട് ആ 60,000 രൂപയും വെള്ളത്തിലായിട്ടോ. അങ്ങനെ അതുകൂടി ആയപ്പോ ആകെ കൂടി ഒരു വിഷമമായി. പിന്നെ അതൊരു സ്വപ്നം മാത്രമായിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ളൊരിതായി. ശരിക്കും പറഞ്ഞാൽ ഈ വീടാവുന്നതിന് മുന്നേ ഒരുപാട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് EMIs, വേറെയുടെ മോളുടെ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ നമ്മളും ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി ഞാൻ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആസ്ട്രോ ടോക്കിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ആസ്ട്രോ ടോക്കിൽ ജോയിൻ ചെയ്തു. ഒരു ജോലിസിനോട് സംസാരിച്ചു. അങ്ങനെ ആസ്ട്രോ ടോക്കിലെ ജോലിസിന് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു. അതോടെ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറി. ഇതാണ് ശ്രീകുട്ടി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ചേച്ചി പറയുന്നതിന് മുമ്പ് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ മീറ്റ് കപ്പിൾസിനെ അറിയൂലേ, കുറച്ചു മുമ്പാണ് അവർ അടിപൊളി വീടൊക്കെ വെച്ചത്. അവർക്കും ശ്രീകുട്ടിയോട് അതേ പ്രശ്നം തന്നെയായിരുന്നു. വീട് വെക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കൃത്യസമയത്ത് ആസ്ട്രോ ടോക്കുകാർ വരുന്നത്. അവര് പറഞ്ഞ പോലെ എല്ലാം ചെയ്തതോടെ ചടപടാന്ന് വീട് പൊങ്ങി. ഇത് ഞാൻ പറഞ്ഞല്ല, മീറ്റ് കപ്പിൾസ് തന്നെ ആസ്ട്രോ ടോക്കിനെ പ്രൊമോഷൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞതായിരുന്നു. ഇവരുടെ ഒരു പ്രൊമോഷൻ സ്റ്റൈൽ ഇങ്ങനെയാണ്: പുതുതായി വീട് വെച്ചവരെ കൊണ്ട് വീട് വെക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആസ്ട്രോ ടോക്കുകാർ അത് പരിഹരിച്ച് തരുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ പുതുതായി കല്യാണം കഴിഞ്ഞവരെ കൊണ്ട് കല്യാണം സെറ്റ് ആവുന്നില്ലെങ്കിൽ ആസ്ട്രോ ടോക്കുകാർ സെറ്റാക്കി തരും എന്നും പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കും. എന്തിനു പറയുന്നു? ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവർക്ക് പെണ്ണ് സെറ്റാക്കി കൊടുത്ത ചരിത്രം വരെയുണ്ട് ആസ്ട്രോ ടോക്കിന്. എന്തായാലും ശ്രീകുട്ടിക്ക് പറയാലോ, ബാക്കി കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോ ടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിലൊരു ആസ്ട്രോളജറുമായിട്ട് സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവര് ഡേറ്റ് ഓഫ് ബർത്തും എന്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്തം വിട്ട് വായും തുറന്നിരുന്നു കേട്ടോ. കാരണം അവര് എന്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാം എന്നുള്ള ഒരു ചിന്തയായിപ്പോ എനിക്ക്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവരോട് ഷെയർ ചെയ്തു.
ഷെയർ ചെയ്തപ്പോൾ അവര് കുറച്ച് കാര്യങ്ങൾ ഒരു 2 സൊല്യൂഷൻ എന്നോട് പറഞ്ഞു. ഒരു 9 ദിവസം ഒരു 9 days ഇതൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാൻ അതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ പറ്റും. ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും. നെക്സ്റ്റ് ഇയർ ഇന്ന മാസം നിങ്ങൾ വീട് സ്വന്തമാക്കും, നിങ്ങൾ ആ വീട്ടിൽ താമസമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അവസാന പിടിവള്ളി എന്നുള്ള രീതിയിൽ ഞാൻ ശരി അവർ പറഞ്ഞ രീതിയിൽ 9 ദിവസം ആ ഒരു 2 സൊല്യൂഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തൊരു 17-18 days ആയപ്പോൾ അവർ പറഞ്ഞ അതേ ആ ഒരു ഡേറ്റിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അതിനെക്കാട്ടി സന്തോഷം അടുത്ത വർഷം അവർ ആ പറഞ്ഞ സമയം ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റി കേട്ടോ. വാവ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ അത്. ചേച്ചി പറയുന്നത് കേട്ടാൽ ആസ്ട്രോ ടോക്കുകാർ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് പറയിപ്പിച്ചതാണെന്ന് തോന്നുകയില്ല. അത്രക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. എന്തിനാണ് ചേച്ചി ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? ഇവർക്ക് വീട് വെക്കാനുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നത് ആസ്ട്രോ ടോക്കിലെ ചേച്ചി പറഞ്ഞതുപോലെ ചെയ്തത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലക്കാണ്. ഇവരുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര അടിപൊളി വീട് വെക്കാൻ പറ്റിയത്. അല്ലാണ്ട് ആസ്ട്രോ ടോക്കിലെ ചേച്ചിക്ക് അവിടെ നിരത്തിയാലൊന്നും ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റൂല. ഇവരെന്താ പറഞ്ഞത്? ഓരോരോ തടസ്സങ്ങൾ വന്നു, നല്ല സ്ഥലമൊന്നും കിട്ടിയില്ല, ആകെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ? നല്ല സ്ഥലത്തിന് വേണ്ടി കുറെ തപ്പി നടന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കാര്യത്തിൽ കയ്യിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ കിട്ടാത്ത സ്ഥലമുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് തട്ടി വിടന്നല്ലേ? ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ വിളിച്ച് പരിപാടി ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഒരു 100 സ്ഥലമെങ്കിലും അയാൾ കാണിച്ചു തരും. നല്ലൊരു സ്ഥലം കിട്ടാൻ വേണ്ടി ഇവര് കുറെ കാലം അലിഞ്ഞു തിരിഞ്ഞു പോലും. പക്ഷെ ആസ്ട്രോ ടോക്കിലെ ചേച്ചി പറഞ്ഞ പോലുള്ള പ്രതിവിധികൾ ചെയ്തതോടെ അത്രയും കാലം കിട്ടാതിരുന്ന സ്ഥലം പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിമുളച്ചു. എന്തൊക്കെ കേൾക്കണല്ലേ? അല്ല, ലക്ഷങ്ങളെ വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്നതല്ലേ? ഇങ്ങനെ ആത്മാർത്ഥത കാണിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റൂല. ബാക്കി പറഞ്ഞാട്ടെന്തായാലും സത്യമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റിൽ കറക്റ്റ് ആ സമയത്ത് നമുക്ക് അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അതിശയമുള്ള ഒരു കാര്യം കേട്ടോ. എങ്ങനെ അത് അത്രയും ഇതായിട്ട് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അത് ഓർക്കുമ്പോൾ ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, നമ്മളന്ന് ആ സമയം കറക്റ്റ് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ടുള്ള ഒരാള്, അതായത് ഒരു കറക്റ്റ് പേഴ്സണെ നമ്മൾ പരിചയപ്പെട്ടു, കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു, അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിൽ നമ്മൾ, സ്വപ്നമല്ല യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവാം, കരിയർ പ്രോബ്ലം ഉണ്ടാവാം, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ആ സമയം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്ത് പോവുക, അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, വീടായി, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെയാണ്, എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോൾ ഒരു ആസ്ട്രോളജറെ കണ്ട് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആസ്ട്രോ ടോക്കിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് അവരുടെ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആട്ടോ. അപ്പോ നമുക്കത് പറ്റിയാണോ എന്ന് തോന്നും. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് ചാറ്റിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് അത് ഫസ്റ്റ് ചാറ്റ് ഫ്രീ അല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഫിനാൻഷ്യലി, കരിയർ, ലൈഫ്, മാരേജ്, റിലേഷൻഷിപ്പ് എന്ത് തന്നെ പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങളൊരു ആസ്ട്രോളജറെ ധൈര്യമായിട്ട് കാണുക. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേഗം ഡൗൺലോഡ് ചെയ്തോളൂ ആസ്ട്രോ ടോക്ക് ആപ്പ് കേട്ടോ. ആയിക്കോട്ടെ, ചേച്ചി പറയണ പോലെ തന്നെ ചെയ്യാം. ചേച്ചിക്ക് പൈസ കിട്ടുന്ന കാര്യമില്ലേ, ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ പോയാലും വേണ്ടില്ലേ, ചേച്ചി നന്നായി കണ്ടാ മതി. എന്നാലും എന്തൊക്കെ കാണണല്ലേ, വന്ന് ജ്യോതിഷത്തിന് ഒരു ആപ്പും പ്രൊമോഷനും തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ എന്താണ് അവസ്ഥ അല്ലേ? അല്ലെങ്കിലും വർത്തമാനം ഇന്ത്യയിൽ നല്ല ബിസിനസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആസ്ട്രോ ടോക്കിന്റെ കയ്യിൽ പ്രതിവിധി ഉണ്ട് കേട്ടോ. അതാണ് പിന്നെ ഒരു ആശ്വാസം. എന്താന്ന് പ്രശ്നം എന്ന് പോലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഹായ് അയച്ചാൽ മാത്രം മതി, നമ്മുടെ പ്രശ്നവും പരിഹാരവും അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും. പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ വിഘ്നങ്ങൾ മാറി കിട്ടാൻ വേണ്ടി ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അടുത്തായിരുന്നു എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ ബാധ ഒഴിപ്പിക്കാനാണോ, അതിനും ബ്രഹ്മദത്തൻ നമ്പൂതിരി റെഡിയാണ്. അങ്ങനെ ഓൾ ഇൻ വൺ പാക്കേജ് ആയിരുന്നു നമ്മുടെ ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ആസ്ട്രോ ടോക്ക്. എന്ത് കൊട്ടേഷനും ഇവിടെ എടുക്കും. വീട് വേണോ, റെഡി. പെണ്ണ് വേണോ, അതും റെഡി. ഇത്രയും നല്ല ബ്രോക്കറെ വേറെ എവിടുന്ന് കിട്ടും? കുടുംബ പ്രശ്നമുള്ളവർക്ക് ഇവനൊരു സൈക്കോളജിസ്റ്റ്, എല്ലാം തകർന്നിരിക്കുന്നവർക്ക് ഇവനൊരു മോട്ടിവേറ്റർ, പെണ്ണ് കിട്ടാത്തവർക്കിടയിൽ ഇവനൊരു ഒറ്റ പേരേ ഉള്ളൂ, ബ്രോക്കർ. എന്തായാലും ഈ ആപ്പ് തുടങ്ങിയവനും സമ്മതിക്കണം. എജ്ജാതി കാഞ്ഞ ബുദ്ധി അണ്ണ. ഇന്ത്യക്കാരെങ്ങനെ പറ്റിക്കണം എന്ന് ആശാന് നന്നായി അറിയാം. എന്തായാലും നാട്ടിലുള്ള സകല സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സും കവടി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. മുൻ ബിഗ് ബോസ് താരമായ നോറ മസ്കാന്റെ ഒരു വീഡിയോ കണ്ടോക്കാം. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ.
ആസ്ട്രോടോക്കിന് കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയതല്ലേ, അപ്പൊ പിന്നെ എത്ര വലിയ പ്രൈവറ്റ് പേഴ്സൺ ആണെങ്കിലും ഹോം ടൂർ ഒക്കെ ചെയ്യാൻ റെഡി ആവും. അതിൽ അത്ഭുതമൊന്നുമില്ല. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതും സേവിങ്സ് ഉണ്ടാക്കിയതും. അതെ, നൈറ്റ് ഷിഫ്റ്റിനെ കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചൊന്നും നീ അധികം പറയണ്ട. നിന്റെ നൈറ്റ് ഷിഫ്റ്റും കഷ്ടപ്പാട് എന്താന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായതുകൊണ്ടാണല്ലോ നിന്റെ ഉപ്പ പോലും ആ വീട്ടിലേക്ക് കയറാതിരുന്നത്, അല്ലേ നോറ? എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. നീ ബാക്കി പറഞ്ഞാലും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഡ്രീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങിയപ്പോഴാണ് എവറിത്തിങ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പൊ പിന്നെയും ഞാൻ കുറെ പ്രോജക്ട്സ് നോക്കി. അതിലൊരു പ്രോജക്റ്റ് എന്റെ ബഡ്ജറ്റിന് കിട്ടി. അങ്ങനെ ഞാൻ ടോക്കൺ കൊടുത്തു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഞാൻ ഫൈനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ചെലവ് കൂടി, വർക്ക്സ് കുറഞ്ഞു തുടങ്ങി. ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള വീട് വാങ്ങുന്നത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴാണ് ഐ കെയിം അക്രോസ് ആസ്ട്രോടോക്ക്. ആസ്ട്രോടോക്കിലെ അഖില പറഞ്ഞ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് ഞാൻ കണക്ട് ആയത്. ട്രസ്റ്റ് മീ, ഷീ ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നോട് എന്റെ ഡേറ്റ് ഓഫ് പ്ലേസും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ടപാട് ഞാൻ റീസെന്റ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അതിൽ 2 of them turned out completely true. അപ്പൊ എനിക്ക് ടോട്ടലി ട്രസ്റ്റ് ആയി. എപ്പോഴാ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാ, വീടെടുക്കാൻ എപ്പോഴാ പറ്റുക, ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം സോർട്ടായി. ഇതിന് എനിക്ക് ബിഗ് ബോസ് പോലും കിട്ടി. എന്റെ ഡ്രീം ഹൗസിലേക്കുള്ള 40%ഓളം കാശ് ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. താങ്ക് യു അഖില മാം. താങ്ക് യു ആസ്ട്രോടോക്ക്. ഇഫ് യു ആർ പ്ലാനിംഗ് ടു ടേക്ക് എനി ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഇൻ യുവർ ലൈഫ്, അതിപ്പോ കല്യാണം ആയിക്കോട്ടെ, വീടെടുക്കുന്ന ആയിക്കോട്ടെ, സ്റ്റഡീസ് ആയിക്കോട്ടെ, എനി ഫൈനാൻഷ്യൽ മാറ്റർ ആയിക്കോട്ടെ, ടോക്ക് ടു എ ഗുഡ് ആസ്ട്രോളജർ. നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഷെയർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഓൺ ആസ്ട്രോടോക്ക് ആപ്പ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. ഓ, അങ്ങനെ അവള് കഷ്ടപ്പെട്ട് പറഞ്ഞു തീർത്ത് മക്കളെ. ഒരുമാതിരി പേപ്പർ നോക്കി വായിക്കണ പോലെ ഇട്ടില്ലേ, നല്ല രസമുണ്ട് കേൾക്കാൻ. എന്തായാലും വലിയ കാര്യമായി പോയി മോളെ. ഇവളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് അവസ്ഥ തന്നെയല്ലേ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ്. പക്ഷേ ഇതൊക്കെ ചെറുത്. മമത മോഹൻദാസ്, അപർണ ബാലമുരളി, അമല പോൾ തുടങ്ങിയ മുൻനിര നടിമാര് വരെ ആസ്ട്രോടോക്കിനെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 1 കോടി രൂപ ഇവര് പരസ്യത്തിന് മാത്രം ചെലവഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ സോക്കോഡ് ഇൻഫ്ലുവൻസർമാർക്കും നടിമാർക്കും ഒക്കെ എത്ര ലക്ഷങ്ങളാണ് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഈ പൈസ വാങ്ങി ഇവരെ നമ്മളെ പറ്റിക്കുന്നു. ഉള്ളിപ്പുണ്ടവർക്കൊക്കെ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നായിട്ട് ആസ്ട്രോടോക്ക് വളർന്നു എന്നുള്ളതാണ്. 1200 കോടി മുകളിലാണ് ഒരു വർഷത്തെ ഇവരുടെ വരുമാനം എന്ന് പറയുന്നത്. അതിൽ 250 കോടി മുകളിൽ ലാഭമാണ്. എത്രയാണ് 250 കോടി? ആളെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ ആണിതെന്ന് ഓർക്കണം. ആസ്ട്രോടോക്ക് ആപ്പ് വഴി കവിട് നിരത്തി മാത്രമല്ല ഇവർ ഈ പൈസ ഉണ്ടാക്കുന്നത്. സമ്പത്ത് വർദ്ധിക്കാൻ, പുത്ര സൗഭാഗ്യം ലഭിക്കാൻ, രോഗങ്ങൾ മാറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള രുദ്രാക്ഷ മാലകളും കൈച്ചേനുകളും ഒക്കെ ഇവർ ഓൺലൈൻ വഴി വിൽക്കുന്നുണ്ട്. അങ്ങനെ അടിമുടി തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ വിശ്വാസത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. നിസ്സഹായരായ മനുഷ്യരെ ചൂഷണം ചെയ്താണ് ഇവർ വളരുന്നത്. മനുഷ്യൻ തന്റെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ജ്യോത്സ്യമാരെയും ആൾദൈവങ്ങളെയും ഒക്കെ തേടി പോകുന്നത്. മനുഷ്യന്റെ ആ ബലഹീനമായ സമയത്താണ് ഇവർ മുതലാക്കുന്നത്. വിശ്വാസവുമായി ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ തനി ഉടായ്പാണ്. ഇതിപ്പോ എന്താണെന്ന് വെച്ചാണെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ ജ്യോത്സ്യന്മാരെ കിട്ടാൻ തുടങ്ങിയതോടെ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കൂടും. നല്ലൊരു ബിസിനസ് ആയിട്ട് ഇത് മാറും. ജ്യോത്സ്യനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിരുത്തിയാൽ മതിയല്ലോ. നല്ല സുഖമുള്ള ഏർപ്പാടാണ്. ഇമാതിരി ഉടായ്പൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും നാണമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് പറയാനാണല്ലേ. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.